തന്റെ തുറന്നു പറച്ചിലുകൾ കാരണം ഒരുപാട് ട്രോളുകൾ നേരിട്ടിട്ടുള്ള നടിയാണ് ഗായത്രി സുരേഷ്. പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് ട്രോളുകളിൽ എന്നും സജീവമായിരുന്നു ഗായത്രി. എന്നാൽ പിന്നീട് അതൊരു നിഷ്കളങ്കതയാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. 10 വർഷമായി തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് സജീവമായ നടിയും മോഡലുമാണ് താരം. എന്നാലും ട്രോളുകൾ വിട്ടൊഴിഞ്ഞ നേരമില്ല ഗായത്രിക്ക്. ജമുന പാരിയിൽ കുഞ്ചാക്കോ ബോബന്റെ നായികാവേഷം ചെയ്തുകൊണ്ട് ആരംഭിച്ച കരിയറായിരുന്നു താരത്തിന്റേത്. ബാങ്ക് ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് എത്തിയ ഗായത്രി കഴിഞ്ഞ 5 വർഷമായി തെലുങ്കിലാണ് ഏറെയും സിനിമകൾ ചെയ്യുന്നത്. നല്ല ശമ്പളം ഉണ്ടായിരുന്ന ബാങ്ക് ജോലി ഉപേക്ഷിച്ച് സ്ഥിര വരുമാനമില്ലാത്ത അഭിനയം തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ചോദിച്ചാൽ ബാങ്ക് ജോലി തനിക്ക് പറ്റിയതല്ല എന്നാണ് നടിയുടെ മറുപടി. ഞാൻ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും LKG വരെ വളർന്നത് എറണാകുളത്തായിരുന്നു. 24 വയസ്സായപ്പോഴേക്കും ഞാൻ ബാങ്കിൽ ജോലിക്ക് പ്രവേശിച്ചിരുന്നു. ബാങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ ഞാൻ ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് വഴക്ക് കേട്ടിട്ടുമുണ്ട്. ഗായത്രി ആ ഫോൺ മാറ്റിവെച്ച് പണിയെടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നാലും ഞാൻ നിർത്തില്ല. സെൽഫിയൊക്കെ എടുത്തുകൊണ്ടേയിരിക്കും. ബാങ്ക് ലൈഫ് എനിക്ക് മിസ് ചെയ്യാറില്ല, കാരണം എനിക്കത് ഇഷ്ടമായിരുന്നില്ല. എന്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാണ് എനിക്ക് ബാങ്ക് ജോലി കിട്ടിയത്. MBAക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം. 1 കൊല്ലം ഒരു ജോബ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ കരുതിയാണ് പോയത്. പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുറെ കാലം പിടിച്ചു നിന്നു. ഗായത്രി പറയുന്നു. അനിയത്തി കല്യാണിയുമായുള്ള ബോണ്ടിങ് എത്രത്തോളം ശക്തമാണ് എന്നതിനെ കുറിച്ചും ഗായത്രി സംസാരിച്ചു. അനിയത്തിയുടെ കുട്ടിക്കാലത്ത് അവളുടെ ഹീറോ താനായിരുന്നുവെന്നും ഗായത്രി പറഞ്ഞു. നമ്മുടെ അമ്മ നമ്മുടെ ഹീറോ, അച്ഛൻ നമ്മുടെ ഹീറോ എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടിക്കാലത്ത് കല്യാണിയുടെ ഹീറോ ഞാനായിരുന്നു. അതാണ് കുട്ടിക്കാലത്തെ ഫോട്ടോയിൽ അവൾ എന്നെ ആരാധനയോടെ നോക്കുന്നത്. ചേച്ചിമാരും ചേട്ടന്മാരും ചെയ്യുന്നതൊക്കെ നിരീക്ഷിച്ച് അന്ന് തന്നെ അനുകരിക്കാനുള്ള ശ്രമം ഉണ്ടാകില്ലേ എല്ലാവരിലും? അത് കല്യാണിയിലും ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവളിൽ അത് പ്രകടമായിരുന്നു.